നമ്മുടെ അണ്ടല്ലൂർ കാവില് തെറ മഹോത്സവം തുടങ്ങാറായി ഗൈസ്. ഇന്ന് 2-ാം തീയതി അല്ലേ? 2-ാം തീയതിയാണ്. അപ്പൊ നമ്മളിപ്പോ പിണറായി നമ്മുടെ വീട്ടിലുള്ള ഇതിന്റെ പിറകിൽ നിന്നാണ് നമ്മുടെ പെരുവണ്ണാൻ ഇവിടുന്ന് ഇറങ്ങി പോകുന്നത്. അങ്ങനെ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുക. അത് കാണാൻ വേണ്ടി പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് പോവാം. അത് കഴിഞ്ഞ് നമ്മുടെ കടവില് പൂവടി ഉണ്ട്, അതായിരിക്കും ആദ്യം നമ്മൾ കാണിക്കാൻ വന്നത്. ബാക്കിയുള്ള തെറേന്റെ കംപ്ലീറ്റ് വിശേഷം നമ്മൾ കാണിച്ചു തരാം. നിന്നിട്ടെ അപ്പൊ ബാക്കിയുള്ള ആൾക്കാർ ഇറങ്ങി പാട് ഇവിടെ പൂവടി ഉണ്ടാവും. കടവ് ഇങ്ങനെ കടക്കുമ്പോ പോയിട്ട് അത് എടുക്കുക. അപ്പോഴേക്കും വരാം. അപ്പോൾ ഇതാണ് ആ ചടങ്ങ്. ഏകദേശം അവിടെയുള്ള ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പെരുവണ്ണാൻ അവിടെ നിന്ന് ഇറങ്ങി അണ്ടല്ലൂർ കാവിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എൻ്റെ പുതിയ വീടിൻ്റെ തൊട്ട് പിറകിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്നത് എൻ്റെ വീടിൻ്റെ സൈഡിലാണ്. ചടങ്ങൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം പെരുവണ്ണാൻ നമ്മുടെ അണ്ടല്ലൂർ കാവിലേക്ക് പോകുന്നൊരു ടൈമാണ്. ആ പോകുന്ന അവിടെ അണ്ടല്ലൂർ കടവിൽ എത്തിക്കഴിഞ്ഞാലാണ് ഇവിടെയുള്ള പൂവടി പൊട്ടുന്നത്, വെടിക്കെട്ട് ഉണ്ടാവുക. അപ്പം എല്ലാവരും ചടങ്ങൊക്കെ കഴിഞ്ഞ് പെരുവണ്ണാൻ അവിടെ കടവിലെത്തി. കടവിൽ നിന്ന് അണ്ടല്ലൂരിലുള്ള ആൾക്കാർ പെരുവണ്ണാനെ റിക്വസ്റ്റ് ചെയ്യുന്നു, പെരുവണ്ണാൻ ഉത്സവത്തിന് വേണ്ടി തരുമോ എന്നുള്ളൊരു റിക്വസ്റ്റാണ് അവിടുന്ന് ചോദിക്കുന്നത്. അപ്പം അവിടുന്ന് ചോദിക്കുമ്പോൾ ഈ കിഴക്കുള്ള ആൾക്കാർ പറയുന്നത് പെരുവണ്ണാനെ നമ്മൾ തരാം, പക്ഷേങ്കിൽ ഒരു കേടുപാടും കൂടാതെ ഒരു പ്രശ്നമില്ലാതെ പെരുവണ്ണാൻ നമുക്ക് ഉത്സവം കഴിഞ്ഞാൽ അതേപോലെ തിരിച്ചയക്കണം എന്നുള്ളൊരു സന്ദേശത്തോടു കൂടിയൊക്കെയാണ് ഇത് ചെയ്യുന്നത്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അതിലുണ്ട്. നമ്മുടെ റൂഹിലെ ഏറ്റവും ആദ്യത്തെ ഉത്സവമാണ് കേട്ടോ അണ്ടല്ലൂർ ഉത്സവം. അപ്പം അതോടനുബന്ധിച്ച് നമ്മുടെ എല്ലാ മിറീൻ്റെ ഫാമിലീസും എൻ്റെ ഫാമിലിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ആഘോഷമാക്കി മാറ്റി നമ്മൾ കംപ്ലീറ്റ്. ഇത് ഫുൾ മെരീൻ്റെ ഫാമിലിയാണ്. നമ്മൾ വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പുഴക്കരക്കിൽ നടക്കുമ്പം വളരെ നൊസ്റ്റാൾജിക് എന്നൊക്കെ പറഞ്ഞാൽ വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു കാര്യം. പണ്ടൊക്കെ ഇത്രയും ക്രൗഡ് ആയിരുന്നില്ല. ഇപ്പം എല്ലാ ആൾക്കാരും നമ്മുടെ അണ്ടല്ലൂർ ഉത്സവത്തിൻ്റെ വെടിക്കെട്ട് കാണാൻ വരുന്ന അതേ ക്രൗഡ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. റോഡുമ്പോൾ നിറച്ചു ആൾക്കാർ. ഇപ്പം നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോയിൽ കാണാം, അത്രയും ആൾക്കാർ കൂടിയിട്ടുണ്ട്. എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് നല്ല ജോളിയായിട്ട് വെടിക്കെട്ട് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ പടന്നക്കരയാണ് ഇത് നടക്കുന്നത്. എൻ്റെ വീട് പടന്നക്കരയാണ്. എന്തായാലും നമുക്ക് ഒന്ന് വെടിക്കെട്ടൊന്ന് കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്നെ കമൻറ്റിൽ കൂടെ റിപ്ലൈ ചെയ്യണം കേട്ടോ. മിലിയോന് 3 വയസ്സായതിനു ശേഷം ആദ്യത്തെ തെറയായതുകൊണ്ട് ആദ്യമായിട്ടാണ് മിലിയോ ആക്ച്വലി ഇത് ആസ്വദിക്കുന്നത്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നില്ല, അതിൻ്റെ മുന്നേ വർഷം വളരെ ചെറിയ കുഞ്ഞായിരുന്നു. മിലിയോന് ഒരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, ഭയങ്കര കൂവിവിളിയും അതിൻ്റെ ഒരു ആഘോഷ തിമിർപ്പിലായിരുന്നു മിലിയോ. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. വെടിക്കോട്ടൊക്കെ കണ്ടിട്ട് ആൾക്കാരുടെ ഒരു ക്രൗഡ് കണ്ടോ? ആ മോനെ അമ്പിളി അങ്ങനെ നോമിയെ എങ്ങനെയുണ്ട് വെടിക്കെട്ട്? എങ്ങനെയുണ്ട്? സീനാ ലാസ്റ്റ് ഭയങ്കര പൊട്ടല്ലേ? അമ്പിളി എങ്ങനെയുണ്ടേനു? കുഞ്ഞു എങ്ങനെയുണ്ടേനു? മിലിയോ എങ്ങനെയുണ്ടേനു? വെടിക്കെട്ട് എങ്ങനെയുണ്ടേനു? പൊട്ടാഷ് സൂപ്പറാ. മിലിയോ പേടിച്ചിട്ടില്ലല്ലോ, പറ്റിച്ചല്ലേ? മിലിയോ ഫുൾ കണ്ടിന്. ഞാൻ മോനെ ലാസ്റ്റ് എങ്ങനെയാ പൊട്ടിയ മിലിയോ? ഞാൻ മോനെ മെർസു കണ്ടിനാ? മെർസു പഠിച്ചിനാ? ആ വെടിക്കെട്ട് കഴിഞ്ഞിട്ട് പോകുന്ന ആൾക്കാർ 10-15 മിനിറ്റായി. പക്ഷേങ്കിൽ ആൾക്കാരുടെ ക്രൗഡ് കണ്ടോ? ഫുൾ റോഡ് ബ്ലോക്കാണ്. അത്രയും ആൾക്കാരുണ്ടായിരുന്നു. പണ്ടൊന്നും ഇത്ര ക്രൗഡ് ഉണ്ടാവില്ല. ഇപ്പോൾ ലാസ്റ്റ് 3-4 ഇയേഴ്സ് ഒരു 3 ഇയേഴ്സായിട്ട് ഭയങ്കര ക്രൗഡാണ് നമ്മുടെ ഈ ഒരു വെടിക്കെട്ട്. ഇനി ഇതൊന്നല്ല വെടിക്കെട്ട്, ഇതിൻ്റെ ബാക്കി ഇനി വരാൻ പോകുന്നത് നാളെയും മറ്റന്നാളൊക്കെ കൊണ്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ ഡൂപ്പർ ആകാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വന്തം അണ്ടല്ലൂർ കാവ്. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ നമ്മുടെ എല്ലാ വർഷവും വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടിയും വളരെ സന്തോഷത്തോടു കൂടിയും എന്താ പറയണ്ടത്, നമ്മുടെ എല്ലാമാണ് നമ്മുടെ അണ്ടല്ലൂർ ക്ഷേത്രത്തിലെ
വർഷത്തിൽ വരുന്ന കുംഭം 1-ാം തീയതി തുടങ്ങുന്ന നമ്മുടെ അണ്ടല്ലൂർ തെറ അഥവാ അണ്ടല്ലൂർ മഹോത്സവം എന്ന് പറയുന്നത് 7 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു എന്താ പറയണ്ടത്, വളരെ വളരെ ചിട്ടയോടുകൂടിയും വളരെ പ്രത്യേകതയോടുകൂടിയും ആ കംപ്ലീറ്റ് ധർമ്മടം ഗ്രാമവാസികൾ അതായത് നമ്മുടെ മേലൂർ, അണ്ടല്ലൂർ, കിഴക്കേ പാലയാട്, ധർമ്മടം എന്നീ 4 ദേശങ്ങൾ കൂടി ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു വലിയ മഹാ അത്ഭുതം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് പറയാനുണ്ട് നമ്മുടെ അണ്ടല്ലൂർ കാവിലെ ഉത്സവത്തിനെ കുറിച്ചിട്ട്. കണ്ണൂർക്കാർക്ക് ഏകദേശം എല്ലാവർക്കും അണ്ടല്ലൂർ കാവിനെ കുറിച്ച് അറിയായിരിക്കും. നമ്മളിവിടെ ആരാധനാമൂർത്തിയായിട്ട് നമ്മൾ പറയുന്നത് ശ്രീരാമനെയാണ്. കുറേയധികം ഐതിഹ്യങ്ങളുണ്ട്. പല ആൾക്കാർ പറയുന്ന പല രീതിയിലുള്ള കഥകളുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, കാരണം അതത്രയും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അണ്ടല്ലൂർ കാവിൽ ഇപ്പോൾ ഇത് നമ്മുടെ കുളത്തിൻ്റെ അടുത്തൂടെ വരുന്ന ഈ ഒരു വഴിയാണ്. ഇതിലൂടെ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരു അമ്പലം. അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ളത് ശ്രീരാമൻ്റെ ഒരു കോവിലും പിന്നെ ഹനുമാൻ്റെ ഒരു കോവിലുമാണ് ഉള്ളിലുള്ളത്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറം കൊട്ടിലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കാര്യം കൂടെയാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പം നമ്മുടെ അണ്ടല്ലൂർ കാവിൻ്റെ ഉത്സവം കുംഭം 1-ന് തുടങ്ങി കഴിഞ്ഞു ഓൾറെഡി. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ചന്തകളും അതിന് വേണ്ടിയിട്ടുള്ള കടകളും ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ വാങ്ങാനുള്ള സ്ഥലങ്ങൾ, വളച്ചന്തകൾ, പിന്നെ ജ്യൂസ് ഉണ്ട്, ഐസ്ക്രീം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ അണ്ടല്ലൂർ കാവ് കംപ്ലീറ്റായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു. പുതിയ പെയിൻ്റ് അടിച്ചു, ക്ലീനാക്കി, അങ്ങനെ പല കാര്യങ്ങൾ. അതെല്ലാ വർഷവും മുടങ്ങാതെ അണ്ടല്ലൂർ കാവിൻ്റെ ധർമ്മടത്തിലുള്ള ആൾക്കാരും എല്ലാ വീടുകളും ആഘോഷത്തിന് ഒരുങ്ങുമ്പം എല്ലാ വീടുകളും പെയിൻ്റ് അടിക്കും. പണ്ടൊക്കെ നമ്മളെ വീട്ടിലൊക്കെ ചുണ്ണാമ്പാണ് തേച്ചുകൊണ്ടിരുന്നത്. ചുണ്ണാമ്പ് നമ്മുടെ കക്ക നൂറ്റി അതിനെ കൊണ്ടുള്ള ഇതായിരുന്നു നമ്മളെ ചുമരുകളിലൊക്കെ തേച്ച് പിടിപ്പിച്ചത്. ഇതാണ് നമ്മുടെ ശ്രീരാമൻ്റെ കോവിൽ എന്ന് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് നമ്മുടെ ഹനുമാരുടെ കോവിൽ. അപ്പം നമ്മുടെ ഈ തിരുമുറ്റത്ത് കയറുമ്പോൾ തന്നെയുള്ളൊരു വൈബ്രേഷൻ ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. അത് നമ്മുടെ ധർമ്മടംകാർക്ക് എന്നാ പറയേണ്ടത്, അതൊരു രോമാഞ്ചാണ്. അത് നമ്മുടെ ഒരു അഹങ്കാരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. എനിക്കിത് പറയുമ്പോൾ തന്നെ എനിക്ക് നല്ലൊരു ഗൂസ് ബമ്പ് വരാൻ. ഇതാണ് ഞാൻ പറഞ്ഞ കൊട്ടിൽ. ഇതിൻ്റെ സൈഡിൽ തന്നെ വളരെ വലിയൊരു ഐതിഹ്യം നിറഞ്ഞൊരു കിണറും കൂടിയുണ്ട്. ദൈവത്താറ കിണറിൽ നോക്കുമ്പം സ്വർണം പതഞ്ഞ് വരുന്നത് കാണാം എന്നാണ് നമ്മുടെ നാട്ടിലെല്ലാ ആൾക്കാരും പറയുന്നത്. അതിൻ്റെ പിറകെ വലിയ വേറൊരു കഥകളുണ്ട്. അതൊക്കെ ഞാൻ എപ്പോഴെങ്കിലും നമ്മുടെ നാട്ടിൽ വയസ്സായ ആൾക്കാരോടൊക്കെ ചോദിച്ച് അതിൻ്റെ ക്ലാരിറ്റിയോടുകൂടി പറയാം. ഞാൻ പറഞ്ഞ എന്തെങ്കിലും തെറ്റിപ്പോകാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചിട്ട് അധികം പറയാത്തത്. ഈ നമ്മുടെ അണ്ടല്ലൂർ കാവ് എന്ന് പറഞ്ഞാൽ വലിയൊരു ക്ഷേത്രമാണ് കേട്ടോ. പറയുകയാണെങ്കിൽ എത്രയാണ് അതിൻ്റെ വലിപ്പം എന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ടുള്ള അറിയത്തില്ല. ഇതാണ് നമ്മളുടെ ഒരു കവാടം, ഒരു അണ്ടല്ലൂർ കാവിൽ കയറാനുള്ള ഒരു വഴി ഇതാണ്. നമുക്ക് അപ്പുറത്തൂടെയും കയറാം, 4 വശത്തൂടെയും നമുക്ക് കാവിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാം. ഈ മുറ്റത്ത് വെച്ചിട്ടാണ് നമുക്ക് വലിയൊരു ഒരു ചടങ്ങ്, അണ്ടല്ലൂർ കാവിൻ്റെ ഏറ്റവും ഹൈലൈറ്റായിട്ട് എടുത്തു പറയാൻ പറ്റുന്ന അണ്ടല്ലൂർ ഉത്സവത്തിൽ നമ്മൾ മെയ്യാലുകൂടൽ എന്ന് പറയുമ്പോൾ അണ്ടല്ലൂർ ധർമ്മടം ദേശവാസികളിലെ പുരുഷന്മാരും ആൺകുട്ടികളും നമ്മുടെ തോർത്തും ബനിയനും ഇട്ട് പ്രദക്ഷിണം വെക്കുന്നൊരു ചടങ്ങാണ്. അതിൽ അണ്ടല്ലൂരിലെ അച്ഛന്മാരുടെ കൂടെ പ്രദക്ഷിണം വെക്കാൻ നമുക്ക് ബപ്പൂരൻ, അതായത് നമ്മുടെ ഹനുമാൻ്റെ കൂടെ പ്രദക്ഷിണം വെക്കാം. പിന്നെ നമ്മുടെ സ്വന്തം ദൈവത്താറ്, പൊന്മുടി വെച്ചിട്ടുള്ള ദൈവത്താറിൻ്റെ കൂടെ പ്രദക്ഷിണം വെക്കാം. ആക്ച്വലി അവിടെ എപ്പോഴും വിളിച്ച് പറയാണ്ട് ഏതെങ്കിലും ഒരു പ്രദക്ഷിണം ചെയ്ത് കഴിഞ്ഞാൽ മെയ്യാലുകൂടൽ ആയി എന്നാണ് പറയുന്നത്. നിങ്ങളെ അമ്പലത്തിൽ വന്നാൽ നിങ്ങൾക്കത് ക്ലിയറായിട്ട് മനസ്സിലാകും. ഇതാണ് നമ്മുടെ അണ്ടല്ലൂർ കാവിൻ്റെ കുളം കേട്ടോ. ഈ കാവിലെ കുളത്തു നിന്നാണ് ആക്ച്വലി ഞാൻ പണ്ട് നീന്തം പഠിച്ചതിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഓർമ്മകൾ എനിക്കുണ്ട്. ഞാനൊരു ദിവസം എൻ്റെ ഫ്രണ്ട് കുളത്തിൽ പിടിച്ച് മുക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് പേടിച്ചിട്ട് വെറും ട്രൗസർ മാത്രം ഇട്ടിട്ട് വീടോളം ഓടിപ്പോയ കഥകളൊക്കെയാണ്. അപ്പം മിലിയോനെ ഇതുവരെ നമ്മൾ ഈ കുളത്തിൽ കീച്ചിട്ടില്ല. അപ്പം മിലിയോനെ ഞാൻ കൂട്ടിക്കൊണ്ടുപോയിട്ട് മെല്ലനെ മിലിയോൻ്റെ കാലൊക്കെ അവിടെ നിന്ന് കഴിക്കാമെന്ന് വെച്ചു. അപ്പം മേലൂടെ എല്ലാ ആൾക്കാരും കുളത്തിൽ വന്ന് കാലൊക്കെ കഴുകിയിട്ടാണ് ആക്ച്വലി അമ്പലത്തിൽ പോകാറ്. അതേപോലെ ദൈവത്താറും വരും. അങ്ങനെ കുറേ ചടങ്ങുകൾ. അണ്ടല്ലൂർ കാവിലെ ചടങ്ങ് എന്ന് പറഞ്ഞാൽ 1-2 ചടങ്ങുകൾ, ഒരുപാട് ചടങ്ങുകളും ഒരുപാട് തെയ്യങ്ങളും ഉണ്ട്. അത് എത്ര തെയ്യങ്ങളുണ്ട് എന്നുള്ളത്
ഞാൻ അടുത്തൊരു വ്ളോഗിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ആരോടെങ്കിലും ചോദിച്ച് ശരിയായ ഉത്തരം നിങ്ങളോട് പറഞ്ഞുതരാം. നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. അണ്ടല്ലൂർ ഉത്സവം ആയതുകൊണ്ട് നമ്മുടെ അണ്ടല്ലൂർ കാവുന്ന് പടി ഇറങ്ങിയ ഉടനെ കാണുന്നൊരു സ്ഥലമാണിത്. നമ്മുടെ സാധനങ്ങളും ചട്ടിയും കുടിക്കും ഒക്കെ വന്നിട്ട് ഭരണിയും ഒക്കെ ഇത് നമ്മുടെ കസിൻസാണ്. അവർ ഓൾറെഡി അവിടെ കൊടുക്കാൻ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ അവരെയും കൂടി അങ്ങ് വീഡിയോയിൽ അങ്ങ് ഉൾപ്പെടുത്തി. അപ്പോൾ ഭയങ്കര ബാർഗെയിനിങ് ആയിരുന്നു രണ്ടാളും കൂടിയിട്ട്. പക്ഷേ അവിടെ നിൽക്കുന്ന ആൾ ഇരുമ്പിനും കല്ലിനും ഇളകാത്ത പോലെ ഒരു 5 രൂപ പോലും കുറച്ച് തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവന് കുറച്ച് അഹങ്കാരം കൂടുതലാണ്, നമുക്ക് ഇവിടുന്ന് വാങ്ങണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് കുശലമൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോയി. ഇനിയാണ് നിങ്ങൾക്ക് ഒരു പ്രത്യേക തരം സംഭവം ഞാൻ കാണിക്കാം കേട്ടോ. അണ്ടല്ലൂർ കാവിലെ ഉത്സവത്തിന് മുന്നോടിയായിട്ട് എല്ലാ വർഷവും ഈ ഒരു സ്ഥലത്ത് ചട്ടി, കുടുക്ക, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും മണ്ണിനെ കൊണ്ടുണ്ടാക്കിയ എല്ലാ സാധനങ്ങളും വരും. നമ്മുടെ അണ്ടല്ലൂർ കാവിലെ ഉത്സവമാകുമ്പം എല്ലാ വീടുകളും ധർമ്മടം ദേശവാസികളുടെ എല്ലാ വീടുകളിലും ഒരു പുതിയ ചട്ടിയെങ്കിലും വാങ്ങണം എന്നുള്ളൊരു ചടങ്ങും കൂടി ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ 7 ദിവസവും വെറും വെജിറ്റേറിയൻ മാത്രമാണ് നമ്മളെല്ലാ വീടുകളിലും വെക്കുള്ളൂ. പ്രധാനമായും സാമ്പാർ, പരിപ്പ്, പച്ചടി, തോരൻ, അങ്ങനത്തെ പല കാര്യങ്ങളും വെക്കും. അപ്പം നമ്മൾ എല്ലാ വീട്ടിലും നമ്മളെ വീട്ടിൽ ഇങ്ങനെ ഒരു ചട്ടി വാങ്ങണം എന്നുള്ള നിർബന്ധം. അപ്പോൾ ഇവരെല്ലാ വർഷവും ഈ ഒരു സ്ഥലത്ത് ചട്ടി വാങ്ങും. അപ്പോൾ ഈ ചട്ടി വയ്ക്കുന്ന ചേച്ചീനൊക്കെ ഓൾറെഡി നമുക്ക് നല്ല പരിചയമാണ്, നമ്മൾ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഓൾറെഡി ഇഷ്ടം പോലെ ആൾക്കാർ ചട്ടി വാങ്ങാൻ വന്നിട്ടുണ്ട്. അണ്ടല്ലൂർ ഉത്സവം എത്തി എന്ന് അറിയിക്കുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ ഇന്ന് നമ്മുടെ ഈ ചട്ടി വരിക എന്ന് പറയുന്നത്. അണ്ടല്ലൂർ ഉത്സവത്തിന് ഒരു 2 വീക്സ് മുന്നേ ഒക്കെ ഈ ചട്ടി വന്നിട്ട് അവിടെ ഇറങ്ങും. 2-ാം തീയതി വരെ അവരവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഉടനെ അവർ പാക്ക് ചെയ്ത് നാട്ടിലേക്ക് പോകും. മൈ ഗോഡ്, എന്തൊരു നൊസ്റ്റാൾജിക് മൊമെന്റ് ആണെന്നറിയോ. കാരണം ശരിക്കും ഇങ്ങനെ നടക്കുമ്പോൾ സത്യം നമ്മളെ ദേശവാസികൾക്ക് മാത്രമേ ആ ഒരു വൈബ് മനസ്സിലാവും. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഞാൻ അണ്ടല്ലൂർ ജനിച്ച് വളർന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു മൊമെൻ്റാണ് നമ്മുടെ അണ്ടല്ലൂർ ഉത്സവം എന്ന് പറയുന്നത്. അണ്ടല്ലൂർ ഉത്സവം ജസ്റ്റ് ഒരു 1 ഡേ ഉത്സവമല്ല, ഒരു 7 ദിവസത്തിൻ്റെ വ്രതശുദ്ധിയോടുകൂടി നമ്മുടെ ധർമ്മടം ഗ്രാമം മൊത്തം ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് നമ്മുടെ അണ്ടല്ലൂർ ഉത്സവം. ധർമ്മടം ഗ്രാമം എന്ന് പറയുമ്പം നമ്മുടെ അണ്ടല്ലൂർ വരും, മേലൂർ വരും, ധർമ്മടം വരും, പാലയാട് വരും. അങ്ങനെ 4 ദേശങ്ങൾ കൂടിയിട്ട് വളരെ ചിട്ടയോടും വളരെ ഭക്തിയോടും വളരെ എന്താ പറയണ്ടേ സന്തോഷത്തോടും കൂടി ആഘോഷിക്കുന്ന നമ്മുടെ സ്വന്തം അണ്ടല്ലൂർ കാവ് ഉത്സവമാണ് കേട്ടോ. മൈ ഗോഡ്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഉത്സവത്തിന് ഞാനും മെരിയും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഭയങ്കര മിസ്സായിരുന്നു. നമ്മൾ അനിയൻ്റെ കല്യാണം അനുബന്ധിച്ചിട്ട് നമ്മൾ മലേഷ്യയിൽ പോയിരുന്നു. അണ്ടല്ലൂർ ഉത്സവം എന്നൊക്കെ പറയുമ്പം നമ്മുടെ ഏറ്റവും ഇത് നമ്മളിതിന് പറയും ഈ ഒരു കണ്ടത്തിന് പറയുന്ന പേരെന്നറിയോ, അണ്ടല്ലൂർ കാവിലെ പൂവടി കണ്ടം എന്ന് പറയും. ഇവിടെയാണ് നമ്മുടെ ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളുടെ അണ്ടല്ലൂർ കാവില് 4 ദിവസം പൂവടി ഉണ്ടാവും കേട്ടോ. അല്ല 4 അല്ലല്ലോ, 5 ദിവസം. അപ്പൊ നമ്മുടെ അണ്ടല്ലൂർ ഉത്സവം തുടങ്ങുന്നത് ഞാൻ പറയാൻ പറഞ്ഞു ഫെബ്രുവരി 13, ഈ വർഷത്തെ ഫെബ്രുവരി 13 മുതൽ, അതായത് നാളെ മുതൽ 19-ാം തീയതി വരെ 7 ദിവസത്തെ നീണ്ടു നിൽക്കുന്ന അടിപൊളി മഹോത്സവമാണ്. അപ്പം 7 ദിവസമായിരിക്കും ഉണ്ടാവുക. അപ്പം നാളെ കുംഭം 1 മുതൽ കുംഭം 1 ശരിക്കും ഉത്സവം തുടങ്ങുന്നത്. അപ്പൊ കുംഭം 3-ാം തീയതി മുതൽ ഇവിടെ വെടിക്കെട്ട് ഉണ്ടാകും. അണ്ടല്ലൂർ ഉത്സവം തുടങ്ങിയെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സംഭവം ഉണ്ട്. നമ്മുടെ എന്താണ് ഫസ്റ്റ് ആയിട്ട് വരുന്നത്? കാവിന്റെ സൈഡില് ഫുള്ള് ചട്ടിയല്ല, അതിനു മുന്നേ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനു മുന്നേ എല്ലാ വീടും ഈ ദേശത്തിലുള്ള എല്ലാവരും പെയിന്റ് അടിക്കും. അപ്പോൾ അതാണ് ഫസ്റ്റ് സിമ്പിൾ. അതൊരു എനിക്ക് തോന്നുന്നു ഒരു ഡിസംബർ ലാസ്റ്റ് അല്ല ജനുവരി ലാസ്റ്റ് മുതൽ എല്ലാ വീടും പുതിയ പെയിന്റ് അടിക്കും. അപ്പോൾ ഈ നാട്ടിലെ പെയിന്റ് പണിക്കാർക്ക് ഭയങ്കര പണിയുള്ള. കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ചട്ടി വരും. കാരണം എല്ലാ വീട്ടിലും ചട്ടി വന്നാൽ പിന്നെ വൈബ് മാറി. അതെ, വൈബ് മാറി. അപ്പോൾ കുറച്ച് ആൾക്കൂട്ടൊക്കെ കൂടുതൽ വരും. ചട്ടി എന്ന് പറയുന്നത് എന്ത് ചട്ടി? പുതിയ ചട്ടി, മൺചട്ടി, കറിച്ചട്ടികള്. കറിച്ചട്ടികൾ, അതായത് പുതിയ ചട്ടിയിൽ വെക്കണം എന്നെന്തോ അങ്ങനെ ആചാരമുണ്ട് നമ്മുടെ നാട്ടില്. അതെ, അത് കഴിഞ്ഞ് ഒരു കുംഭം 1 ആവുമ്പോഴത്തേക്ക് കൊല വരും. കൊല എന്ന് പറയുമ്പോൾ ആൾക്കാരൊക്കെ ഇത് എന്ത് കൊല്ലയാണ്. ആക്ച്വലി വാഴക്കൊലേന്റെ വീഡിയോ ഇതിൽ കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല, ഉണ്ടെങ്കിലും ഞാൻ കാണിക്കും. അപ്പം നമ്മുടെ ഉത്സവത്തിനുള്ള പ്രധാനം എന്താണ് പ്രസാദം എന്ന് പറയുന്നത് അവിലും പൊരിയും പിന്നെ ഇപ്പൊ വീട്ടിൽ അതില്ല. പണ്ടൊക്കെ പൊരി
വീട്ടിൽ വറക്കും. പക്ഷെ ഇപ്പോഴും പൊരി വറക്കുന്ന വീടുകളുണ്ട്. ഞാൻ അതെവിടെയും കാണിക്കാൻ പറ്റുമെങ്കിൽ ഈ വീഡിയോയിൽ കാണിക്കും. നമ്മുടെ വീടുകളിൽ തന്നെ മുറ്റത്ത് പൊരി നെല്ല്, അതിനുള്ള പൊരിക്കാനുള്ള നെല്ല് വറന്നെ വരും അല്ലേ? പൊരിക്കാനുള്ള നെല്ല് വറന്നെ വെച്ച് നമ്മൾ മഞ്ഞത്തെല്ലിടുക മിരിയത് മഞ്ഞത്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി അത് വീടുകളിൽ തന്നെ പൊരിച്ച് അതാണ് പ്രസാദമായിട്ട് അവിലും പൊരിയും പഴവും വെച്ചിട്ട് വരുന്ന എല്ലാ അതിഥികൾക്കും കൊടുക്കും. പിന്നെ അതിഥികൾ വീട്ടിലുള്ള കുടുംബങ്ങളോ ഫ്രണ്ട്സുകളോ ആകണമെന്നില്ല. ഈ അമ്പലത്തിൽ ആഘോഷം കാണാനെത്തുന്ന ആർക്കും ആരുടെ വീട്ടിലും പോയി അങ്ങനെ ആഘോഷം പോലെ നിങ്ങളുടെ സ്വന്തം വീട് പോലെ വന്ന് പ്രസാദമൊക്കെ കഴിച്ച് ചോറൊക്കെ കഴിച്ചിട്ട് പോകാം. അപ്പോൾ നമ്മുടെ അണ്ടല്ലൂർ ഉത്സവമായതുകൊണ്ട് നമ്മളുടെ എല്ലാ വീടുകളും ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മുടെ ക്ഷേത്രം അണ്ടല്ലൂർ കാവ് ഫുൾ പെയിന്റ് അടിച്ചു. ഒരു 2-3 ആഴ്ചക്ക് മുന്നേ വന്നിട്ട് അവർ ഫിക്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അതൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ മോനെ പിന്നെ ആൾക്കാരുടെ മനസ്സിലുള്ളത് പിന്നെ 7 ദിവസം കഴിയുമ്പോൾ ഒരു എന്തൊക്കെയോ പറയാനുണ്ട് അല്ലേ? അപ്പോൾ ഞാൻ എന്തായാലും കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ചെറുപ്പകാലത്ത് പല ഓർമ്മകളും വരും. നമ്മുടെ കുറേ ഫ്രണ്ട്സുകളെ കണ്ടിട്ട് ഭയങ്കര ഷോ ഓഫ് കാണിക്കുന്ന ഒരു ഓർമ്മ എനിക്കുണ്ട്. പുതിയ കുപ്പായൊക്കെ ഇട്ടിട്ട് വിത്തുവാട്ടൻ ഇപ്പൊ കല്യാണം കഴിച്ചോണ്ട് ഇല്ലെങ്കിൽ ഫുൾ ടൈം ഇവിടെ തന്നെ ആയിരിക്കും. നമ്മള് ഓടി നമ്മളെ പൂവടി കണ്ടത്തില് ആകാശത്തോട്ടിൽ വന്ന് ഇത് വന്നാൽ അത് കാണാൻ വേണ്ടിട്ട് നമ്മൾ ഓടി വരും. പിന്നെ നമ്മൾ അതേപോലെ ഇവിടെ മാജിക് ഷോസ് ഉണ്ടാവാറുണ്ട്. മരണമൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊന്നും ഇല്ല ഇപ്രാവശ്യം. ഇത് എന്നാണ് ഡിസ്കോ ഡാൻസ് അങ്ങനെ എന്തൊക്കെ അങ്ങനത്തെ സാധനങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ വന്ന് സ്കൂളിൽ പോയിട്ട് അറിയിക്കുന്നത് തന്നെ ഒരു വലിയൊരു സംഭവമായിട്ട് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ഈ ചട്ടി വന്നാൽ പിന്നെ കൊല വരും. പിന്നെ കുറേ കളിപ്പാട്ടങ്ങളിലെ കുറേ ചന്തകൾ വരും. നമ്മുടെ ഇവിടെ നാച്ചും ചന്ത പണ്ടൊക്കെ ഈ വയലിലൊക്കെ ഫുള്ള് നമ്മൾ ചെത്ത് ഐസ്, പിന്നെ ബത്തക്കേൻ്റെ സ്റ്റാളുകൾ, ചെറിയ ചെറിയ ഷോപ്പുകൾ, അങ്ങനെ പലതും ഉണ്ടാവും കേട്ടോ കാണാൻ. ഈ 7 ദിവസം നമ്മൾ മേലേക്കാവാണ് അവിടെ, ഇവിടെ താഴേക്കാവണം. ഇങ്ങോട്ട് താഴേക്കാവാണ്. അപ്പൊ ഈ അമ്പലത്തിലെ ഉത്സവം തുടങ്ങുന്നതിനെക്കാട്ടും മുമ്പിട്ടുള്ള കുറെ ഉച്ചാറ് വരാന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഉച്ചാറ് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ഈ ഒരു ഉത്സവത്തിന്റെ സമയമാകുമ്പം എല്ലാ വീടുകളിലും കച്ചറകളൊക്കെ അടിച്ച് വാരി കൂട്ടി കത്തിക്കുന്ന ഒരു ദിവസമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മാച്ചിൽ തൊടൂല, അങ്ങനെ എന്തോ ഉണ്ട്. 3 ദിവസത്തേക്ക് അടിച്ചു വരല് മാച്ചിൽ തൊടുന്നില്ല, അങ്ങനെ ഒരു ചടങ്ങ് പറഞ്ഞോ. അതിപ്പോ അല്ല, അത് സ്റ്റാർട്ട് ചെയ്താ ഞമ്മക്ക് പോവാം. ഇല്ല, ഇന്ന് നാളെയാ സ്റ്റാർട്ട് ചെയ്യാം. അതന്നെ, സ്റ്റാർട്ട് ചെയ്താലേ പോകാൻ പറ്റും. പിന്നെ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. പിന്നെ ഓരോരോ ഗ്രൂപ്പിന് ഓരോരോ കോർണർ ഉണ്ടാവും. അഥവാ ഈ ആൾക്കൂട്ടത്തിനടുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയി കഴിഞ്ഞാൽ അപ്പൊ ഇത്രയാണ് നമ്മുടെ അണ്ടല്ലൂർ കാവിന്റെ ഉത്സവത്തിന്റെ വിശേഷങ്ങൾ. ഇനി തുടങ്ങാൻ പോകുന്നുള്ളൂ. തുടങ്ങി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും ഒരു വ്ളോഗിൽ കൂടെ വരാം. അപ്പം വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാനും. ഇനിയിപ്പോൾ അണ്ടല്ലൂർക്കാരൊക്കെ ആണെങ്കിൽ കമന്റിലൂടെ ഉറപ്പായിട്ടും നിങ്ങളുടെ പണ്ടത്തെ ഓർമ്മകളും വിശേഷങ്ങളും കമന്റിൽ കൂടി അറിയിക്കുക. താങ്ക് യു ഗൈസ്, ലവ് യു.